ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ തന്നിരിക്കുന്നത്. സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ ഇപ്പുറത്തെ ഒരു ബെഡ്റൂം, ടോയ്ലറ്റ്, പിന്നെ ഈ സൈഡിലെ ബെഡ്റൂം, ടോയ്ലറ്റ്. ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ളത് ഇന്റീരിയർ എക്സ്റ്റീരിയറിനല്ലേ? എക്സ്റ്റീരിയർ അല്ലേ ഫസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? എക്സ്റ്റീരിയർ ആണ് ആദ്യമേ വേണ്ടത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വേണ്ടത് എക്സ്റ്റീരിയർ ആണ്. നമുക്ക് ഫസ്റ്റ് 2 മീറ്റിംഗിൽ ഒരുമിച്ച് എടുത്തത്. ഫസ്റ്റ് ലെവൽ മീറ്റിംഗ് ആണ്. നമ്മുടെ സജഷൻസും പിന്നെ മോഡലിംഗ് ആണ് ഫസ്റ്റ് ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ലിവിങ്, ഈ കിച്ചൺ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണോ? ഓപ്പൺ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതല്ലേ ടി വി യൂണിറ്റിന്റെ പൊസിഷൻ ഇവിടെയല്ലേ ഉദ്ദേശിക്കുന്നത്? ടി യൂണിറ്റിന്റെ പൊസിഷൻ അവിടെ കാണിച്ചിട്ടുണ്ടല്ലോ അതിനകത്ത്. അവിടെ തന്നെ. ഇതിലുള്ള എല്ലാ പൊസിഷനിലും ഇതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ഡൈനിങ്, ബെഡ്റൂം, ബെഡ് പൊസിഷൻ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഇതില്? അതിനകത്തൊന്നും ചെയ്ത പ്രയർ യൂണിറ്റിന്റെ കേസിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഓക്കെ, പ്രയർ യൂണിറ്റിന്റെ കാര്യം എന്താണ്? പറഞ്ഞോളൂ. സോഫയുടെ പുറകിലല്ലേ അത് വരുന്നത്. അവിടെ നമുക്ക് വെക്കുന്നതിന് താല്പര്യമില്ല. പക്ഷെ കിഴക്കോട്ട് ദർശനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വെച്ചേക്കുന്നത്. കിഴക്കോട്ട് തന്നെ ദർശനം വേണം. കിഴക്കോട്ട് ദർശനം വെക്കണമെന്നാണല്ലോ എല്ലാരും പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കിഴക്കോട്ട് തന്നെ ദർശനം. ശരിയാണ്, കിഴക്കാണ് ദർശനം വേണ്ടത്. അപ്പൊ ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം. ആ രീതിയിൽ തന്നെ തെറ്റുവാണ്. ഇതിപ്പോ അങ്ങനെ സോഫയുടെ ഇതിലൊരു ഇത് വരാം, ലിവിങ്ങിന്റെ ഒരു ഭംഗി പോകാനും പാടില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു സ്ട്രക്ചർ അങ്ങനെ ചെയ്തൊന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ സ്ട്രക്ചർ കാണിച്ചു കഴിയുമ്പോഴേക്കും അതിലെന്തെങ്കിലും ഇപ്പൊ പോരായ്മയോ ഒരു ഭംഗിയില്ലായി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ്. വർക്ക് ഏരിയ, ബെഡ്റൂം, ടോയ്ലറ്റ്, പിന്നെ ഡൈനിങ്, ബെഡ്റൂം, ടോയ്ലറ്റ്. പിന്നെ ഇതൊരു പവർ റൂം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മെയിൻ സ്വിച്ച് ഒക്കെ വരുന്ന റൂമായിരിക്കും. ഓക്കെ, ഇതിൽ വേറൊരാളും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാരും അക്സെപ്റ്റ് ചെയ്യണോ? വേറെ ആരാ? രണ്ടുപേരും ഉണ്ടാവുള്ളൂ. ഞാനാണ്. ഞാനല്ല, അപ്പം ജോയിൻ ചെയ്യാനാ. അത് അക്സെപ്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇതിലെന്തെങ്കിലും പ്രത്യേക ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തെങ്കിലും പ്രത്യേക സജഷൻസോ റിക്വയർമെന്റ്സോ എന്തെങ്കിലും ഉണ്ടോ? ആദ്യമേ നിങ്ങൾ ഒരെണ്ണം ചെയ്ത് കാണിക്കുമോ? നമുക്കിത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. ഓക്കെ, അപ്പൊ പിന്നെ അടുത്തത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാനത്? പിന്നെ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ പ്ലാൻ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ടോയ്ലറ്റ്, പിന്നെ അപ്പർ ലിവിങ്, പിന്നെ ഓപ്പൺ ടെറസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറും വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലും എന്തെങ്കിലും പ്രത്യേക ചേഞ്ചസ് വല്ലതും ഉണ്ടോ പ്ലാനിൽ നിന്ന്? പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ ഓപ്പൺ ലിവിംഗ് ആയിട്ട് തന്നെ ഫ്രണ്ടിൽ ഓപ്പൺ ലിവിംഗ് ആയിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ ടെറസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടെറസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അടുത്തൊരു മീറ്റിംഗിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴേക്കും കാണിക്കുന്നത് ഇതിന്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഫർണിച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒരു സ്ട്രക്ചർ കാണിച്ചു തരും. ഫ്രണ്ട് എലിവേഷന്റെ കാര്യമോ? ഓക്കെ, അകത്തേനേക്കാൾ ആദ്യമേ നമുക്ക് ഫ്രണ്ട് എലിവേഷൻ അല്ലേ വേണ്ടത്. എന്നാലും നമുക്ക് പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അടുത്ത് കാണിച്ച് പണിയിപ്പിക്കാൻ തുടങ്ങാലോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഫസ്റ്റ് എക്സ്റ്റീരിയറിലേക്ക് തന്നെ കിടക്കാം. എക്സ്റ്റീരിയറിന്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഞാൻ അടുത്തൊരു മീറ്റിംഗിൽ. ഒരു മിനിറ്റ് സജീവങ്ങളെ മറ്റേ മൈക്ക് മ്യൂട്ടാണ്. ഹലോ, ഒരു മിനിറ്റ് ഞാൻ പുള്ളിയാണ്ട് പറയുന്നുണ്ട്. പുള്ളിയുടെ മൈക്ക് മ്യൂട്ടാന്ന് പറഞ്ഞു നോക്കട്ടെ. ചേട്ടാ ഒന്ന് വിളിച്ചു പറഞ്ഞോടാ. മൈക്കിലൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തോ. ആയില്ലല്ലോ. സ്ക്രീനിൽ തന്നെ മൈക്കിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, അത് ക്ലിക്ക് ചെയ്തോ. നമുക്കൊന്ന് മീറ്റിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്ക് 15-ന് ലഞ്ച് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഫസ്റ്റ് നമ്മൾ എക്സ്റ്റീരിയറിലേക്ക് ആണ് കിടക്കുന്നത്. എക്സ്റ്റീരിയറിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോ സാധാരണ ചെയ്യുന്നത് കുറച്ച് ഫ്ലവേഴ്സും മരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. പിന്നെ അതില് ഞാൻ കുറച്ച് എക്സ്റ്റീരിയറിന്റെ കുറച്ച് റെഫറൻസ് ഒന്ന് കാണിക്കട്ടെ? ഓക്കെ, ശരി.
മറ്റേ സജീവങ്ങളിൽ ഒന്ന് വിളിച്ചിട്ട് അതിന്റെ ഒന്ന് മ്യൂട്ട് മാറ്റാൻ പറഞ്ഞടാ. കാണുന്നുണ്ടോ? കാണാലോ. ഓക്കെ, ഇതൊരു ബോക്സ് ഷേപ്പ് ആണ്. ഇതില് ഇപ്പൊ ലെഫ്റ്റ് വന്നിരിക്കുന്ന ഒരു ബോക്സ് ഷേപ്പിന്റെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. നമ്മൾ റൂഫ് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ബോക്സ് ടൈപ്പ് ആണോ അത് സ്ലോപ്പ് ആണോ? അതാ ഞാൻ അതിനെ കുറിച്ച് നമ്മളൊന്ന് ഇതൊക്കെ ഒരു മേലത്തെ റൂഫ് സ്ലോപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്, മുകളിലെ സ്ലോപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്ലോപ്പ് ഫ്രണ്ട് സ്ലോപ്പും ബാക്ക് അങ്ങനെ ഫ്രണ്ട് സ്ലോപ്പ് ഫ്രണ്ട് സ്ലോപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ച് മോഡൽസ് ഒക്കെ കാണിച്ചു തരാം. അപ്പൊ അതിൽ നിന്ന് ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറയണം. ഏതെങ്കിലും ജസ്റ്റ് ഒരു മറ്റേ റെഫറൻസ് ഒന്ന് തന്നാൽ മതി. ഇതൊന്ന് നോക്കിയേ, ഈ ഒരു ടൈപ്പ് ആണോ ഉദ്ദേശിക്കുന്നത്? ഇതേപോലത്തെ ആണോ ഉദ്ദേശിക്കുന്നത്? അതേപോലത്തെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതേപോലത്തെ ഞാൻ വേറെയും കുറച്ച് കാണിച്ചു തരാം. ഇത് കുറച്ച് ഫ്രണ്ട് പോർഷൻ ഒക്കെ വരുന്ന ടൈപ്പാണ്. പിന്നെ ഈ ഒരു പോർഷൻ പക്ക ബോക്സ് ആയിട്ടിരിക്കണ്ടെന്നുള്ളത് ഉദ്ദേശിച്ചുള്ളത്. കാരണം ഇപ്പൊ എല്ലാരും ബോക്സ് ടൈപ്പ് തന്നെയല്ലേ എല്ലാരും ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു മാറ്റം എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ജസ്റ്റ് ഞങ്ങൾ ഒരു റെഫറൻസ് ആയിട്ട് ഈ ഒരു പിക്ക് എടുക്കുകയാണ്. ഇനി കയ്യിൽ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അയച്ചു തരിക. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ അടുത്തൊരു മീറ്റിംഗ് മാക്സിമം നമ്മൾ ഇന്ന് തന്നെ കണ്ടക്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മളൊരു സ്ട്രക്ചർ കാണിച്ചു തരും. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മളൊന്ന് വർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു മീറ്റിംഗിൽ സ്ട്രക്ചർ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോ അത് നോക്കാം. ഞാനൊരു ഇതിന്റെ അയച്ചു തരാം, നിങ്ങൾ അത് നോക്കിയിട്ടൊന്ന് നോക്കും. ഓക്കെ ഓക്കെ, അതൊന്നും അയച്ചു തന്നു. പിന്നെ അതിൽ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ കളർ തീമും കൂടെ ഒന്ന് അയച്ചു തരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സ്റ്റീരിയൽ ഇപ്പൊ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് സ്ട്രക്ചർ ആണ്. അപ്പൊ അയച്ചു തരുന്നതും ഈ ഒരു പിക്കും കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ സ്ട്രക്ചർ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചറിന്റെ മീറ്റിംഗ് കഴിഞ്ഞായിരിക്കും നമ്മളത് എക്സ്റ്റീരിയൽ ഫൈനലൈസ് ചെയ്യുന്നത്. അതായത് സ്ട്രക്ചർ മീറ്റിംഗ് കാണിച്ചു തരുമ്പോഴേക്കും അതിൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ റൂഫ് നോക്കാം, അതിന്റെ ബോക്സ് ടൈപ്പ് എല്ലാം നോക്കിയിട്ടായിരിക്കും ബാക്കി വർക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മാക്സിമം സ്ട്രക്ചറിന്റെ ഒരു മീറ്റിംഗ് ഇന്ന് തന്നെ കണ്ടക്ട് ചെയ്യാൻ നോക്കാം. ഞാൻ ഒരു ടൈം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ റെഫറൻസ് കയ്യിലുള്ള പിക്ക് ഒന്ന് അയച്ചു തരണം. ഓക്കെ ഓക്കെ, താങ്ക് യു.